അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ കൽപ്പന വായിക്കണം, പഠിക്കണം എന്നാണ്. നിങ്ങൾ വിദ്യ നേടണം, വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു വരണമെന്നാണ് 6000-ലധികം വരുന്ന പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളിലെ ആദ്യത്തെ കൽപ്പനയും ആദ്യത്തെ വചനവും. പരിശുദ്ധ ഖുർആൻ ആദ്യമായി പരിചയപ്പെടുത്തുന്ന ആയുധം ഏതാണെന്ന് ചോദിച്ചാൽ അല്ലദീ അല്ലമ ബിൽ ഖലം, പേനയാണ്. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനായ ദൈവം തമ്പുരാൻ, സൃഷ്ടാവായ അള്ളാഹു എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ വായനയും പഠനവും എഴുത്തും ഇസ്ലാം ആദ്യത്തെ കൽപ്പനയായി നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നു, ഏറെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ റമളാനിനു ശേഷം ഷവ്വാലിന്റെ തുടക്കത്തിലും അല്ലെങ്കിൽ ഷവ്വാൽ 10 നമ്മുടെ നാടുകളിൽ പ്രാഥമിക മദ്രസകൾ വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ്. അതിലൂടെയാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ അഡ്മിഷനുകളും അതേപോലെ തന്നെ പഴയ വിദ്യാർത്ഥികൾ വീണ്ടും മദ്രസകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ രംഗത്ത് രക്ഷകർത്താക്കളും മാനേജ്മെന്റും ഒക്കെ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, മദ്രസ എന്ന സ്ഥാപനത്തിന്റെ ബിൽഡിങ്ങിനോടനുബന്ധമായ സംവിധാനങ്ങൾ, ക്ലാസ് മുറി, ഡെസ്ക്, ബെഞ്ച്, ബോർഡ്, ഓഫീസ്, അതുപോലെ തന്നെ അതിന്റെ പരിസരങ്ങൾ, ഇതെല്ലാം ഏറ്റവും മനോഹരമായതും ആകർഷണീയമായതും വിശാലമായതും വൃത്തിയുള്ളതും വെടുപ്പുള്ളതുമായി മാറ്റുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ കടന്നു ചെല്ലുമ്പോൾ തന്നെ തൻ്റെ ക്യാമ്പസ്, ഈ മദ്രസ ക്യാമ്പസ് ഏറ്റവും ആകർഷണീയമുള്ളതായിരിക്കണം. വീട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീടിനേക്കാൾ തനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ബിൽഡിംഗ്, കെട്ടിടം ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ മദ്രസ കെട്ടിടമാണ്, എൻ്റെ ക്ലാസ് മുറിയാണ് എന്ന് ഓരോ വിദ്യാർത്ഥികൾ പറയുമ്പോഴാണ് മദ്രസ വിദ്യാഭ്യാസം ഉന്നതമായ അവസ്ഥയിലേക്ക്, സാഹചര്യത്തിലേക്ക് എത്തുന്നത്. പലപ്പോഴും മദ്രസ റൂമുകൾ അല്ലെങ്കിൽ ക്ലാസ് മുറികൾ ഇടുങ്ങിയതും 1, 2, 3, 4 ബെഞ്ചിലോ ഡെസ്കിലോ ഒതുങ്ങിയതും അത് പൊട്ടി തകർന്ന് ഒടിഞ്ഞു പോയതും ഒക്കെയായി പെയിന്റ് അടിക്കാതെ വൃത്തിഹീനമായി കിടക്കുന്നു. കുട്ടികളിൽ അതിൻ്റെ അകത്ത് ഒരു മാനസിക പരിവർത്തനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, മാനസിക പിരിമുറുക്കത്തിലേക്ക് കുഞ്ഞുങ്ങൾ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു ക്ലാസ് മുറിയിൽ 2-3 ഡിവിഷൻ, ഒരു ഉസ്താദ്, ഒരു ക്ലാസ് മുറിയിൽ 3 ഡിവിഷൻ അല്ലെങ്കിൽ 2 ഡിവിഷൻ, എന്നിട്ട് ഒരു ഉസ്താദ് ആകെ പഠിപ്പിക്കുന്ന 1 മണിക്കൂർ 1.5 മണിക്കൂർ. എവിടെയാണ് മദ്രസ വിദ്യാഭ്യാസം ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ക്ലാസ് മുറിയിൽ 1 ഡിവിഷൻ, ഒരു ഉസ്താദ്. അങ്ങനെയാകുമ്പോൾ മദ്രസ വിദ്യാഭ്യാസം ഉന്നത നിലവാരത്തിലേക്ക് എത്തും, കുട്ടികളുടെ ദീനീ ബോധം ഉയർന്ന അവസ്ഥയിലേക്ക് എത്തും, കുട്ടികളിൽ മാനസികമായ ഉല്ലാസവും പരിവർത്തനവും ഉണ്ടാവും, കുട്ടികളിൽ വികാസവും വികസനവും വിചാരവും ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. എല്ലാ വിദ്യാർത്ഥികളും ക്ലാസ് മുറിയിൽ അവർക്ക് ഇരിക്കാനുള്ള സംവിധാനമുണ്ടോ, അതോ അവർ തിങ്ങിക്കൂടിയായിട്ടാണോ ഇരിക്കുന്നത്, ഒട്ടിച്ചേർന്നിട്ടാണോ ഇരിക്കുന്നത് എന്ന് എല്ലാവരും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ വിശാലമായിരിക്കട്ടെ, ഒട്ടിച്ചേരാതെ വിശാലമായിരിക്കട്ടെ, കാറ്റ് കയറി ഇറങ്ങട്ടെ, അവർ കാറ്റ് കൊണ്ട് തണുപ്പ് കൊണ്ട് പഠിക്കട്ടെ. ഇങ്ങനെ വേണം നമ്മുടെ ക്ലാസ് മുറികളും മദ്രസ ബിൽഡിങ്ങും. പൂന്തോട്ടം കൊണ്ട് അലങ്കരിക്കപ്പെട്ട മദ്രസയുടെ പരിസരം, വൃത്തിയുള്ള മദ്രസയുടെ പരിസരം തീർച്ചയായിട്ടും കുട്ടികൾ വലിയ സന്തോഷവും ആകർഷണീയതയും ഉണ്ടാക്കിയെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ കമ്മിറ്റിക്കാരും മാനേജ്മെന്റ് ഈ കാര്യത്തിൽ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പല കമ്മിറ്റിക്കാരും ശ്രദ്ധിക്കുന്നില്ല. ഒരു ക്ലാസ് മുറിയിൽ കുറെ കുട്ടികൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വിയർത്ത് ദുർഗന്ധം വമിക്കുന്ന രീതിയിലുള്ള ആ ക്ലാസ് മുറി ഇരുത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പഠിക്കാനാണ്? ഒന്നും പഠിക്കാനില്ല. രണ്ടാമത്തെ, സിലബസ്. കുട്ടികളുടെ ഭാഷയിലായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. സിലബസും അങ്ങനെ തന്നെ ആയിരിക്കണം. നല്ല എളുപ്പമുള്ള ഭാഷ, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്ന വാക്കുകളും പ്രയോഗങ്ങളും ആവുമ്പോൾ കുട്ടികളിൽ വളരെയധികം സന്തോഷമുണ്ടാവും, അവർ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. ഈ വലിയ സാഹിത്യങ്ങൾ അല്ലാത്ത വാക്കുകളായിരിക്കണം സിലബസിൽ ഉണ്ടാവേണ്ടത്. പലപ്പോഴും പാഠപുസ്തകത്തിൽ കാണുന്നത് വർജിക്കുക എന്നൊരു ചില വാക്കുകൾ ഉപയോഗിക്കുന്നതായിട്ട്. വർജിക്കുക, എന്തിനാണ് വർജിക്കുക എന്നുള്ള വാക്ക് കുട്ടികളുടെ മുമ്പിലേക്ക് വെക്കുന്നത്? ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പോരെ, നിർമാർജനം ചെയ്യുക. അതേപോലെ തന്നെ ബൗദ്ധികമായ, ഇങ്ങനെയുള്ള വാക്കുകളൊന്നും സിലബസിൽ ഉണ്ടാവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതും ഉചിതമായതെന്ന്
നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സിലബസ് ഏറ്റവും ലളിതമായതും വൃത്തിയുള്ളതും എളുപ്പമായതും ആകർഷണീയമായതും ഒക്കെ ആകുമ്പോൾ കുട്ടികളിൽ മദ്രസ ദീനി പഠന രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. മൂന്നാമത്തത് അധ്യാപകന്മാരാണ്, ഉസ്താദന്മാരാണ്. അവർ മഹാപണ്ഡിതന്മാരാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറാനും ഹദീസും ചരിത്രവും എല്ലാം നന്നായി പഠിച്ചു മനസ്സിലാക്കി അധ്യാപകന്മാരായിട്ടുള്ളവരാണ്. എങ്കിൽ പോലും കുട്ടികളുടെ ഇന്നത്തെ മാനസികാവസ്ഥയും സാഹചര്യവും ഒക്കെ അവരുടെ സൈക്കോളജിക്കൽ അവസ്ഥ അധ്യാപകന്മാർ അറിഞ്ഞിരിക്കണം, അവരുടെ മാനസികാവസ്ഥ അറിഞ്ഞിരിക്കണം. കുട്ടികൾ എന്തുകൊണ്ട് വൈകി വരുന്നു, അല്ലെങ്കിൽ വൃത്തിയില്ലാണ്ട് വരുന്നു, കുളിക്കാതെ വരുന്നു, പഠിക്കാതെ വരുന്നു, എഴുതാതെ വരുന്നു എന്ന് ഒരു ഉസ്താദിന്റെ കാരണം അറിഞ്ഞിട്ട് വേണം അവരോട് നിർബന്ധിക്കാനോ ശാസിക്കാനോ ഒക്കെ ചെയ്യേണ്ടത്. ഈ അടുത്ത സമയത്ത് ഒരു അധ്യാപക കുട്ടി തീരെ പഠിക്കാതെ വന്നപ്പോൾ ആവർത്തിച്ച് ചോദിച്ചു, എന്താ മോളെ നീ പഠിക്കാതെ വരുന്നത്, നീ ഒന്നും പഠിച്ചില്ലല്ലോ. കുട്ടീനെ ശാസിക്കാനോ വഴക്ക് പറയാനൊന്നും നിന്നില്ല, വേഗം മാതാവിനെ വിളിച്ചു. മാതാവ് പറഞ്ഞു, ആ കുട്ടീനെ അടിക്കുകയോ ശാസിക്കുകയോ ഒന്നും ചെയ്യണ്ട, കുറ്റം ഞങ്ങൾ തന്നെയാണ്, മാതാപിതാക്കളായ ഞങ്ങളാണ് കുറ്റം. കാരണം ഞങ്ങൾ വീട് ലോൺ എടുത്തിട്ടാണ് പണിതത്, ഇപ്പൊ അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ അതിന്റെ ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു, വീടിന് മുന്നിൽ ജപ്തി നോട്ടീസ് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്നലെ രാവ് മുഴുവനും രാത്രി മുഴുവനും മാതാപിതാക്കളായി ഞങ്ങൾ വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഈ കുട്ടിയും കരഞ്ഞിരിക്കുകയായിരുന്നു, അതുകൊണ്ട് കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്ന് ആ മാതാവ് പറഞ്ഞു. അധ്യാപികയ്ക്ക് വലിയ സങ്കടമായി, വലിയ വിഷമമായി എന്ന് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ഓരോ അധ്യാപകന്മാരും അവരുടെ ശബ്ദം എത്രത്തോളം ഉയരണം, എത്ര താഴ്ന്ന ശബ്ദത്തിലായിരിക്കണം, അവരുടെ വസ്ത്രധാരണം എത്രത്തോളം ആകർഷണീയമായിരിക്കണം, അവരുടെ ശരീരത്തിലുണ്ടാവുന്ന സുഗന്ധം, അതുകൊണ്ട് അവരുടെ ചെരുപ്പ് എല്ലാം കുട്ടികൾ ശ്രദ്ധിക്കും. അധ്യാപകന്മാരുടെ നടത്തം, ഇരുത്തം, ചിരി, ചെരുപ്പ്, വസ്ത്രം, അവരുടെ തലമുടി, ഓരോ രോമങ്ങൾ പോലും തലയിലെ ഓരോ രോമങ്ങൾ പോലും കുട്ടികളിൽ ശ്രദ്ധയുണ്ടാവും. അവരാകർഷിക്കപ്പെടും, അവർ വേണമെങ്കിൽ അനുകരിക്കുകയും ചെയ്യും. അപ്പൊ അധ്യാപകന്മാർ എപ്പോഴും ഭംഗിയും വൃത്തിയുമുള്ളവരും ആകർഷണീയമായ ശബ്ദത്തിൽ സംസാരിക്കുന്നവരുമായിരിക്കണം. ഒച്ചയും ബഹളവും ഒക്കെയായി അലറിക്കൂവി ക്ലാസ് എടുക്കുന്നത് കുട്ടികളിൽ അരോചകമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഉസ്താദുമാർ, അധ്യാപകന്മാർ ആ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ. കാരണം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ബഅസ്തു മുഅല്ലിമ, എന്നെയും അള്ളാഹു ഒരു മുഅല്ലിമായിട്ടാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. മറ്റൊന്ന് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റിന് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. അവർ കൃത്യമായി അറിയുകയും അന്വേഷിക്കുകയും ചെയ്യണം. കുട്ടികളുടെ പഠനങ്ങളും നിലവാരവും എല്ലാം മാനേജ്മെന്റിന്റെ നല്ല നേതൃത്വത്തിലായിരിക്കണം. ഓരോ ക്ലാസ് മുറിയും അവർ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പെയിന്റ് മങ്ങിപ്പോയി, അത് പെയിന്റ് അടിക്കലും ആ ക്ലാസ് മുറി വൃത്തിയാക്കലും എല്ലാം മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ അവിടെ ബാത്റൂം ഉണ്ടോ ഇല്ലയോ, കുട്ടികൾ അത് എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം അന്വേഷിക്കണം. കുട്ടികളുടെ വരവും പോക്കും അവർ വീടുകളിൽ എത്തുന്നുണ്ടോ, മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ അധ്യാപകന്മാർക്ക് ഉയർന്ന ശമ്പളം നൽകേണ്ടതായിട്ടുണ്ട്. മദ്രസ അധ്യാപകന്മാർ അവരുടെ വേതനങ്ങൾ വർദ്ധിപ്പിച്ച്, ശമ്പളം വർദ്ധിപ്പിച്ച് നൽകേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ മാനേജ്മെന്റിന്റെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. മാനേജ്മെന്റ് എപ്പോഴും രംഗത്തുണ്ടെങ്കിൽ മദ്രസ പഠനം അതിന്റെ നിലവാരം ഉയർന്നുകൊണ്ടേയിരിക്കും. അഞ്ചാമത് രക്ഷകർത്താക്കളാണ്, വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളാണ്. കേവലം മദ്രസ കൊണ്ട് ചേർത്തു, അവരേത് സൂറത്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, രക്ഷകർത്താക്കളോട് ചോദിച്ചാൽ അറിയില്ല. അവർ ക്ലാസ് മുറിയിൽ പോകുന്നുണ്ടോ, എത്തുന്നുണ്ടോ, കൃത്യമായിട്ട് വരികയും പോവുകയും ചെയ്യുന്നുണ്ടോ എന്ന് ഓരോ രക്ഷകർത്താക്കളും അന്വേഷിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യണം. അപ്പൊ രക്ഷകർത്താക്കള് മാനേജ്മെന്റുമായിട്ടൊരു ബന്ധം വേണം, അധ്യാപകന്മാരുമായിട്ട് നല്ലൊരു ബന്ധം വേണം, അതിലൂടെ അന്വേഷണങ്ങൾ വേണം. കൃത്യമായി കുട്ടികളുടെ പഠനത്തെ സംബന്ധിച്ച് അറിയുകയും അന്വേഷിക്കുകയും ചെയ്യണം രക്ഷകർത്താക്കൾ. അവരുടെ ഹാജർ നിലയെക്കുറിച്ച് അന്വേഷിക്കണം. ഇങ്ങനെ ഈ 5 കാര്യങ്ങൾ, 1 ബിൽഡിംഗ്, 2 സിലബസ്, 3 അധ്യാപകന്മാരായ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, 4 മാനേജ്മെന്റ്, 5 രക്ഷകർത്താക്കൾ. ഇതിന്റെ എല്ലാം ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാകുമ്പോഴാണ് നല്ലൊരു ഭാവിയുള്ള മക്കളെ നമുക്ക് വാർത്തെടുത്ത് ഉയർത്തിയെടുത്ത് കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്ന് ഈ ഘട്ടത്തിൽ അറിയുക, മനസ്സിലാക്കുക. പടച്ചതമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മദ്രസ സ്ഥാപനങ്ങൾ സമൂഹത്തിൽ നന്മ പഠിപ്പിക്കുന്നതാണ്, ഗുണം പഠിപ്പിക്കുന്നതാണ്. ബഹുസ്വര രാജ്യത്ത് ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും എല്ലാവരോടും എങ്ങനെ പെരുമാറണം എന്ന നല്ല ഗുണങ്ങളും നല്ല സ്വഭാവങ്ങളും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇതിൻ്റെ അകത്ത് തീവ്രവാദം പഠിപ്പിക്കുന്നില്ല. സിലബസുകൾ ആർക്കും പരിശോധിക്കാം. ഓരോ സിലബസും തുറന്നു വച്ചിരിക്കുന്ന പുസ്തകങ്ങളാണല്ലോ.
അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരു ഭീകരവാദവും ഒരു തീവ്രവാദവും പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ നുണയായ പ്രചാരണങ്ങളാണ്. ആർക്കും പഠിക്കാം, എപ്പോഴും വന്ന് പഠിക്കാം, എപ്പോഴും വന്ന് അന്വേഷിക്കാം. അയൽവാസി ഹിന്ദുവാവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ ആരുമാവട്ടെ ആ അയൽവാസിയോട് എങ്ങനെ പെരുമാറണമെന്ന് ഈ മദ്രസ സിലബസുകളിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. എല്ലാം ഒരു നല്ല മനുഷ്യനെ എങ്ങനെ ഒരാളെ നല്ല മനുഷ്യനാക്കി എടുക്കാൻ കഴിയും, ഇതാണ് മദ്രസകളിലൂടെ പഠിപ്പിക്കപ്പെടുന്നതെന്ന് കൂടി ഭരണകർത്താക്കളും എല്ലാ ജനങ്ങളും എല്ലാ മനുഷ്യരും മനസ്സിലാക്കിയെടുക്കുക. സൃഷ്ടാവായ ദൈവം തമ്പുരാൻ പടച്ച തമ്പുരാൻ നമ്മൾക്ക് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.